ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് ഫിബൊനാച്ചി സീരീസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിനുള്ള പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫിബൊനാച്ചി സീരീസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പൊതുവെ നമ്മൾ പറയുന്നത് ഒരു പൂവെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇതളുകളുടെ ഇതൊരു ഫിബൊനാച്ചി സീരീസിലാണ് വരുന്നത് എന്നാണ്. അതുപോലെ നമുക്കിവിടെ ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രീവിയസ് വരുന്ന നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് പോകുന്നൊരു സീരീസാണ് ഫിബൊനാച്ചി സീരീസ്. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഇവിടെ ഫിബൊനാച്ചിൻ്റെ ഫസ്റ്റ് നമ്പർ 0, സെക്കൻഡ് 1, അത് ഫസ്റ്റ് ടേം 0 ആൻഡ് സെക്കൻഡ് 1 അത് തമ്മിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ തേർഡ് ടേം നമുക്ക് കിട്ടും. തേർഡ് ടേം 0 + 1 1. ഇനി ആ സെക്കൻഡ് ടേമും തേർഡ് ടേമും കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഫോർത്ത് ടേം കിട്ടും. 1 + 1 2. അതുപോലെ തന്നെ തേർഡ് ടേമും ഫോർത്ത് ടേമും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഫിഫ്ത്ത് ടേം കിട്ടും. അത് 2 + 1 3. ഇതുപോലെ ആഡ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുന്നത്. ഈ ഒരു സീരീസിനെയാണ് നമ്മൾ ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കുള്ള ഫിബൊനാച്ചി സീരീസ് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്ന പ്രോഗ്രാം എഴുതണമെങ്കിൽ നമ്മൾ അതിനകത്തൊരു ലിമിറ്റ് കാണും. ആ ലിമിറ്റ് വരെയുമുള്ള സീരീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് സപ്പോസ് ലിമിറ്റ് 5 ആണ് എങ്കിൽ എന്താ ചെയ്യും, നമുക്ക് സീരീസിലെ ടേംസുകളുടെ എണ്ണം 5 ആയിരിക്കും. 0 1 1 2 3 വരെയുള്ളതാണ്. ഓക്കെ, സോ ഇത് ലിമിറ്റ് അതുപോലെ തന്നെ 8 ആണെങ്കിൽ 0 1 0 + 1 1 1 1 1 + 1 2 2 + 1 3 3 + 2 5 5 + 3 8 5 + 8 13. ഓക്കെ, അങ്ങനെ 8 ടൈംസ് നമുക്ക് പ്രിൻ്റ് ചെയ്യണം. നമ്മളിങ്ങനെ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ യൂസർ എൻ്റർ ചെയ്യുന്നത് ഈ പറയുന്ന ലിമിറ്റായിരിക്കും എൻ്റർ ചെയ്യുന്നത്. അതനുസരിച്ചിട്ടാണ് ആ ലിമിറ്റിൽ നിന്നാണ് നമ്മൾ ഇതുപോലൊരു സീരീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെ ലോജിക്ക് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഈ ടേംസിന് വേണ്ടിയിട്ട് 2 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമ്മൾ മറ്റൊരു വേരിയബിളിൽ അതിനെ സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടേം കിട്ടും. അപ്പോൾ നമ്മൾ വേരിയബിൾ എയിലും ബിയിലുള്ള വാല്യൂ തമ്മിൽ ആഡ് ചെയ്ത് സിയിൽ കിട്ടിയാൽ അതായത് തേർഡ് ടേം നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബിയിലുള്ള വാല്യൂവിനെ എയിലേക്ക് കോപ്പി ചെയ്യും, സിയിലുള്ള വാല്യൂവിനെ ബിയിലേക്ക് നമ്മൾ കോപ്പി ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ കോപ്പി ചെയ്തതിന് ശേഷം അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ കഴിഞ്ഞ പ്രോസസ്സ് അതേപോലെ തന്നെ നമ്മൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. എയിലെയും ബിയിലെയും വാല്യൂ നമ്മൾ ആഡ് ചെയ്യുക, സിയിലേക്ക് കിട്ടുക. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ഈ പറയുന്ന ബിയിലെ വാല്യൂ എയിലേക്കും സിയിലെ വാല്യൂ ബിയിലേക്കും ഇങ്ങനെ റിപ്പീറ്റായിട്ട് നമ്മൾ ഇങ്ങനെ കോപ്പി ചെയ്തിരിക്കുന്നത് അപ് ടു ലിമിറ്റ് വരെ. യൂസർ കൊടുത്തിരിക്കുന്ന ലിമിറ്റ് ഏതാണോ അത്രയും നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഈ പ്രോസസ്സ് ചെയ്യുക. ഈ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. നമുക്ക് മെയിൻ പ്രോഗ്രാമിലേക്ക് എടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വേരിയബിൾ ഡിക്ലറേഷനാണ്. ഇതിനകത്ത് എല്ലാം ഇൻറ്റീജർ വാല്യൂസാണ് നമുക്ക് ആവശ്യം. അത് ഫസ്റ്റ് ടേമിന് വേണ്ടി A = 0, അതുപോലെ സെക്കൻഡ് ടേമിന് B = 1, അതുപോലെ ലിമിറ്റ് റീഡ് ചെയ്യാനുള്ള L, സം ചെയ്യാനുള്ള C, അതുപോലെ തന്നെ കൺട്രോൾ വേരിയബിൾ I. ഇനി നമുക്ക് യൂസറിനോട് ലിമിറ്റ് എൻ്റർ ചെയ്യാൻ പറയണം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ക്രീനിൽ വരാൻ വേണ്ടി പ്രിൻ്റ്എഫിൽ എൻ്റർ ദ ലിമിറ്റ് എന്ന് കൊടുക്കുക. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ യൂസർ ഉടനെ തന്നെ കീബോർഡിൽ നിന്ന് ഒരു ലിമിറ്റ് കൊടുക്കുക അല്ലേ. ആ ലിമിറ്റ് റീഡ് ചെയ്യാൻ വേണ്ടി സ്കാനഫിൽ കൺട്രോൾ സ്ട്രിങ് ലിമിറ്റിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന L കൊടുക്കുക. അപ്പോൾ Lലേക്ക് ആ കൊടുക്കുന്ന ലിമിറ്റ് ഉണ്ടായിരിക്കും. അപ്പം ഫസ്റ്റ് 2 ടൈംസിനെ നമ്മൾ ആദ്യം തന്നെ പ്രിൻ്റ് ചെയ്ത് വെക്കണം. അതിനായി നമ്മൾ പ്രിൻ്റ്എഫിൽ നമുക്ക് കൊടുക്കേണ്ട ഫസ്റ്റ് 2 നമ്പേഴ്സ് വേരിയബിൾ എന്ന് പറയുന്നത് എയിലും ബിയിലും ഉള്ളതാണ്. അപ്പോൾ അതിനുള്ള കൺട്രോൾ സ്ട്രിങ് ഇടയ്ക്ക് /t ഇട്ടേക്കുന്നത് നമുക്ക് ആ ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് A, B. അപ്പോൾ നമുക്ക് 0 1 ഫസ്റ്റ് തന്നെ പ്രിൻ്റ് ചെയ്ത് വരും. ഇനി നമുക്ക് ഈ ഫസ്റ്റ് 2 ടൈംസിനെ ആഡ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോർ ലൂപ്പ് I = 3, I <= 5, I++. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ I = 3 എന്നാണ് കൊടുത്തത്. അത് കാരണം നമ്മൾ
ഫസ്റ്റ് 2 ടൈംസ്, അതായത് ലിമിറ്റ് ഇപ്പോൾ നമുക്ക് 5 ആണ്. 0 1 1 2 3 ഇത്രയാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടേണ്ടത്. ഔട്ട്പുട്ട് നമുക്ക് ഇതുപോലെയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 0, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1, തേർഡ് 1, ഫോർത്ത് 2. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 2 ടൈംസ് നമ്മൾ ഓൾറെഡി പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തേർഡ് തൊട്ടാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ i = സ്റ്റാർട്ടിങ് കൺട്രോൾ വേരിയബിളിൽ സ്റ്റാർട്ടിങ് 3 കൊടുക്കുന്നത്. ഓക്കെ, i = 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതിനുള്ളിൽ കയറിയിട്ട് c = a + b. ഓക്കെ, അപ്പോൾ എയിലുള്ള 0യും ബിയിലുള്ള 1ഉം തമ്മിൽ ആഡ് ചെയ്ത് സിയിൽ ഉണ്ടാവും. ഓക്കെ, അത് നമുക്കതൊന്ന് പ്രിൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സിയിലുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്തു. ഇനി പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിന് എയിലുള്ള എയിലേക്ക് ബിയിലെ വാല്യൂവും ബിയിലേക്ക് സിയിലെ വാല്യൂവും കോപ്പി ചെയ്യാം. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഒരെണ്ണം സ്ക്രീനിൽ ഫസ്റ്റ് ഇങ്ങനെ ആയിരിക്കും എൻ്റർ ദ ലിമിറ്റ് എന്ന് വരാം. അപ്പോൾ യൂസർ ഒരു ലിമിറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ 5 ആണ് എൻ്റർ ചെയ്തെങ്കിൽ ലിമിറ്റിൻ്റെ വേണ്ടി വേരിയബിളിൽ എടുത്തിരിക്കുന്ന വേരിയബിൾ എല്ലിൽ 5 ഉണ്ടാവും. ഫസ്റ്റ് 2 ടൈം നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അല്ലേ, അതാണ് അടുത്ത് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് എയിലും ബിയിലുള്ള വാല്യൂ ഡയറക്റ്റ് എയിലുള്ള 0യും ബിയിലുള്ള 1ഉം പ്രിൻറ്റ് ചെയ്യും. /t കൊടുത്തിട്ടുണ്ട്, ഒരു സ്പേസ് ഇട്ടിട്ടാണ്, അതായത് ടാബിന് ശേഷമാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഫോർ ലൂപ്പിൽ കയറുകയാണ്. i നമ്മൾ 3 ആക്കിയിട്ടുണ്ട്. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഐയുടെ വാല്യൂ 3 <= 5 ആണ്. ഇതിനകത്ത് കയറുന്നു. c = a + b. എയിലെ വാല്യൂ 0, ബിയിലെ വാല്യൂ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ഒരു /t ഉണ്ട്, ഒരു ടാബ് മാറി സിയിലുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നു. അതിനുശേഷം ബിയിലെ വാല്യൂ എയിലേക്ക് കൊടുക്കുന്നു. ബിയിൽ എന്താണുള്ളത്, 1 ആണുള്ളത്, അത് എയിലേക്ക് കൊടുക്കുന്നു. അതുപോലെ സിയിലുള്ളത് ബിയിലേക്കും കൊടുക്കുന്നു. സിയിലും 1 ആണുള്ളത്, ബിയിലേക്ക് കൊടുക്കുന്നു. പിന്നെയും പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, 4 ആവുന്നു. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എയിലെ വാല്യൂ 1 ആണ്, ബിയിലെ വാല്യൂ 1, രണ്ടും കൂടെ ആഡ് ചെയ്ത് 2 കിട്ടുന്നു. 1 + 1 2. പഴയ പോലെ തന്നെ സിയിലെ വാല്യൂ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 2 പ്രിൻറ്റ് ചെയ്യുന്നു. ഇനി നമ്മുടെ ബിയിലുള്ള വാല്യൂ നമുക്കുള്ളത് 1 ആണ്. അതുപോലെ സിയിലെ വാല്യൂ 2, അത് ബിയിലേക്കും കോപ്പി ചെയ്യുന്നു. പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ഐ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, 5 ആവുന്നു. കണ്ടീഷൻ സാറ്റിസ്ഫൈ ഉണ്ട്, <= ആണ്. അതുകൊണ്ട് 5 വരെ നമുക്ക് അപ് ടു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ അതിനുള്ളിൽ കയറുന്നു. അതിനുശേഷം നമുക്ക് അടുത്ത നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നു. 1 + 2, എയിലുള്ള 1ഉം ബിയിലുള്ള 2ഉം തമ്മിൽ ആഡ് ചെയ്ത് 3 ആൻസർ കിട്ടുന്നു. അത് പ്രിൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം പഴയ പോലെ തന്നെ ബിയിലുള്ള വാല്യൂ, ബിയിലിപ്പോൾ ഉള്ള വാല്യൂ 2 ആണ്, അത് എയിലേക്ക് കോപ്പി ചെയ്യുന്നു. അതുപോലെ തന്നെ സിയിലുള്ള വാല്യൂ 3, അതും കോപ്പി ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, 6 ആവുന്നു. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഈ ലൂപ്പിനുള്ളിൽ കയറത്തില്ല. അവിടെ നിന്ന് എക്സിറ്റായിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ എത്ര ലിമിറ്റ് കൊടുത്താലും ആ ലിമിറ്റിലുള്ള ഫിബൊനാച്ചി സീരീസ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടും.